السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الأجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إننا أطعنا ساداتنا وكبراءنا فأضلونا السبيل ربنا آتيهم ضعفين من العذاب والعنهم لعنا كبيرا. ഏറ്റവും ആദരണീയനായ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ ബഷീർ സാഹിബ്, മുനീർ മാസ്റ്റർ, KNM ജില്ലാ KNM പള്ളിപ്പുറം സെക്രട്ടറി പ്രസിഡന്റ്, അതേപോലെ തന്നെ ഈ പരിപാടി ഇവിടെ വീക്ഷിക്കുവാൻ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, KNM പള്ളിപ്പുറം ശാഖ ഇങ്ങനെയൊരു മുഖാമുഖം സംഘടിപ്പിക്കുവാനുണ്ടായ കാരണം സ്വാഗത ഭാഷണത്തിലൂടെ വളരെ കൃത്യമായി പ്രതിപാദിക്കുകയുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ഔദ്യോഗിക സംസ്ഥയുടെ കീഴിൽ ഒരു സംവാദം നടക്കുകയും ആ സംവാദത്തിലും അതിന് പിറ്റേത്തെ ദിവസവും ഇസ്ലാമിനെയും മുജാഹിദ് പ്രസ്ഥാനത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും അതിലേറെ നവോത്ഥാനത്തിന്റെ മൊത്തം കുത്തക ഞങ്ങൾക്കാണെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ ഇല്ല എങ്കിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് എന്നും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് സമസ്തയാണ് എന്നൊക്കെയുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി അത് പ്രസംഗിക്കുന്ന ആളുകളുടെ മുന്നിൽ സമസ്തയുടെ ഒരു വിദ്യാർത്ഥി വിഭാഗമായ SKSSF ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് 19ാം നൂറ്റാണ്ടിന്റെ അതല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ അവസ്ഥ അറിയില്ല എന്ന് മനസ്സിലാക്കിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അത് സംസാരിച്ചിട്ടുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നുകൊണ്ട് നവോത്ഥാനത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന സമസ്ത വിഭാഗം 19ാം നൂറ്റാണ്ടിന്റെ അതല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു പോകണം. അന്ന് കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വിശ്വാസപരമായി യാതൊരു അറിവുമില്ലാത്ത, മതപരമായി മതത്തിന്റെ പേരിൽ, മതവിദ്യാഭ്യാസത്തിന്റെ പേരിൽ വെറും കാലയും കീലയും മാത്രം പഠിച്ചിരുന്ന, ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, ഭൗതിക വിദ്യാഭ്യാസം തീരെയില്ലാത്ത ഒരു സമൂഹമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അവിടെയാണ് കേരളത്തിലെ കേരള ഐക്യസംഘം കടന്നുവരുന്നതും മുസ്ലിം സമുദായത്തെ നേരായ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും. ഇതിനാൽ വെറുതെ പറയുന്നതല്ല. ഇവിടെ വന്നുകൊണ്ട് ആ സഹോദരൻ പ്രസംഗിക്കുകയുണ്ടായി. വിദ്യാഭ്യാസപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ വിദ്യ നേടിയത് എന്ന്. സഹോദരനോട് വിലയത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് ചോദിക്കുവാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1930 മാർച്ച് 16 മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ കുപ്രസിദ്ധമായ 4ാം വാർഷിക സമ്മേളനത്തിൽ പാസാക്കിയ ആ പ്രമേയം ഇന്നും പിൻവലിക്കാതെയാണ് സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പഠിപ്പിക്കുവാനും സ്ത്രീകൾക്ക് പ്രത്യേകമായ
വിദ്യാഭ്യാസം നൽകുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുനിഞ്ഞത്. അവരുടെ അൽ ബയാൻ മാസിക, ആ പ്രമേയം അവതരിപ്പിച്ചത് അന്നത്തെ ഒരു മുസ്ലിയാരായിരുന്ന CK മുഹമ്മദ് മുസ്ലിയാരായിരുന്നു. അതിൽ പിന്താങ്ങിയത് സമസ്തയുടെ സ്ഥാപക നേതാവ് AP അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അന്ന് അവര് പറഞ്ഞത് സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ശറഇൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതിനാൽ അവർക്ക് കയ്യെഴുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. തീർന്നില്ല, വീണ്ടും അവർ അറബി മലയാളത്തിൽ തന്നെ എഴുതുകയാണ്. ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഅ് അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നുവശാകുന്നതും അതുപോലെ പാപങ്ങൾക്കുള്ള ഉപകരണമാവുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെടുന്നതായും അനുഭവപ്പെട്ടതായും വരുന്നത് കൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഅ് അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയതിനാൽ അത് അസ്ലിൽ മക്റൂഹ് മാത്രമാണെന്നും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുള്ളൂ എന്നും ഈ യോഗം തീരുമാനിക്കുന്നു. അന്ന് അവർ എടുത്ത തീരുമാനമായിരുന്നു സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണ് എന്ന് ഫത്വ പുറപ്പെടുവിച്ച ഈ സമസ്ത വിഭാഗം ഇന്നും ആ ഫത്വ പിൻവലിക്കാതെയാണ് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞത് വിദ്യാഭ്യാസപരമായി ഞങ്ങളാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന്. തീർന്നില്ല, അന്ന് മുസ്ലിം സമുദായത്തെ പിറകോട്ട് വലിക്കുകയായിരുന്നു ഇവിടെയുള്ള സമസ്തയുടെ സുഹൃത്തുക്കൾ ചെയ്തിരുന്നത്. അവര് ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ് എന്ന് ഫത്വ പുറപ്പെടുവിക്കപ്പെട്ടു. ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, അത് നരകത്തിന്റെ ഭാഷയാണെന്ന് വരെ അവർ ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി. തീർന്നില്ല, ഇനി നിങ്ങൾ നോക്കൂ, ഇന്ന് അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ ഞങ്ങൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ എന്ന് അവകാശപ്പെടുന്ന ഈ സമസ്തയുടെ ആളുകൾ. മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ മദ്രസ വിദ്യാഭ്യാസം കൊണ്ടുവന്നപ്പോൾ മദ്രസയുടെ മീമ് ജഹന്നമിന്റെ അവസാനത്തെ മീമായതുകൊണ്ട് മദ്രസ പഠിക്കാൻ പാടില്ല, മദ്രസ കൊണ്ടുവരാൻ പാടില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു ഈ സമസ്തയുടെ ആളുകൾ. ഇന്ന് എവിടെയെത്തി? അവര് ഇപ്പോൾ ഗ്രൂപ്പിന്റെ പേരിൽ തന്നെ അവര് തമ്മിൽ പറയുകയാണ് ഞങ്ങൾക്കാണ് കൂടുതൽ മദ്രസ, ഞങ്ങളെക്കാൾ കൂടുതൽ മദ്രസ എന്ന് കാന്തപുര വിഭാഗത്തോട് അവര് വാശി കൂടുകയാണ്. അന്ന് മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിച്ച ആ പാന്താവിലേക്ക് കടന്നു വരുവാൻ ഈ സമസ്ത വിഭാഗത്തെ നയിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കരുത്തലായ നേതാക്കന്മാരും പണ്ഡിതന്മാരായിരുന്നു എന്ന് അത്തരം ആളുകൾ മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും. ഇനി നോക്കൂ, ഖുർആൻ പരിഭാഷ എന്തായിരുന്നു? എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പൂർവീകരായ ആളുകൾ ഇവിടെയുണ്ടല്ലോ, അതായത് ഏറ്റവും 60-70 വയസ്സായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് അവരുടെ പ്രസംഗം കേട്ടപ്പോൾ, ഇവിടെയുള്ള സമസ്തയുടെ പ്രസംഗം കേട്ടപ്പോൾ അവരൊരു പക്ഷെ ചിരിക്കുന്നുണ്ടായിരിക്കും. ഇവരെന്തായി പറയുന്നത് എന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താണ്? അല്ല, ഖുർആൻ പരിഭാഷ, ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. അന്ന് മുജാഹിദുകൾ വിശുദ്ധമായ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ട് തൗഹീദും സുന്നത്തും വളരെ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അന്നുള്ള ആളുകൾ ഞങ്ങളെ പരിഹസിച്ചത് മുജാഹിദുകൾ ഇതാ ഖുർആനിനെ ക്ലാസ്സിലാക്കിയല്ലാണ്, ചായ ക്ലാസ്സിലാക്കുന്നത് പോലെ മുജാഹിദുകൾ ഖുർആനിനെ ക്ലാസ്സിലാക്കിയല്ലായിരുന്നു. പക്ഷേ മുജാഹിദുകൾ ക്ലാസ്സിലാക്കിയിട്ടില്ല. അന്ന് പൗരോഹിത്യം ചെയ്തത് ഖുർആനിലെ പ്ലേറ്റിലാക്കുകയാണ് ചെയ്തത്. അന്ന് പൗരോഹിത്യം ഖുർആനിലെ പ്ലേറ്റിലാക്കി എഴുതി കുടിക്കുകയാണ് ചെയ്തത്. പ്രസവിക്കാതിരിക്കുന്ന സ്ത്രീകൾക്ക് പിന്നാണം എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. മുജാഹിദുകൾ ചെയ്തത് വിശുദ്ധമായ ഖുർആനിലെ അർത്ഥസഹിതം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് EK ഹസൻ മുസ്ലിയാർ പേര് പറയുന്നത് വിമർശിക്കുവാൻ വേണ്ടിയല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തുവാൻ വേണ്ടി മാത്രം നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. അന്ന് EK അബൂബക്കർ മുസ്ലിയാരെ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞത് ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല.
പ്രത്യേക സുന്നത്ത് പോലുമില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇന്ന് ഈ പള്ളിപ്പുറം പ്രദേശത്ത് എല്ലാ ആഴ്ചയും എല്ലാ സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് മദ്രസയിൽ ഖുർആൻ ക്ലാസ് നടത്തുന്നില്ലേ? അത് വഹാബികളുടെ ചര്യയല്ലേ സഹോദരന്മാരെ? ആ ഖുർആൻ ക്ലാസിനെ പരിഹസിച്ച നിങ്ങൾ ഇപ്പോൾ ഖുർആൻ ക്ലാസ് നടത്താൻ ഏത് വഹിയാണ് വന്നത്? ഏത് വഹിയാണ് നിങ്ങൾക്ക് വന്നത്? നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞത് മുജാഹിദുകൾ എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, അവര് മഹാന്മാരെ സ്നേഹിക്കാത്തവരാണ്, അവരെ ആദരിക്കാത്തവരാണ്, അവർ മഹാന്മാരെ തെറി പറയുന്നവരാണ് എന്ന്. എന്നാൽ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, മുജാഹിദുകളെ മഹാന്മാരായ ഔലിയാക്കന്മാരാരൊക്കെയുണ്ടോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുകയും വേണ്ട പോലെ അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ വേറെ ഒരു ഔലിയെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഔലിയാ ഉശ്ശൈത്വാൻ, ശൈത്വാനിന്റെ ഔലിയാക്കൾ. അത് മുജാഹിദുകൾക്ക് പരിചയമില്ല. ഏതാണ്? ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഔലിയുണ്ട്. അവരുടെ കറാമത്തുകൾ എന്താണ്? മഴയില്ലെങ്കിൽ ആ ഔലിന്റെ അടുത്ത് പോവുക. അങ്ങനെ ആ ഔലിയോട് മഴയില്ല, വേങ്ങര കോയപ്പാപ്പ എന്നാണ് ഔലിയുടെ പേര്. ആ വേങ്ങര കോയപ്പാപ്പന്റെ അടുത്ത് പോയിട്ട് അവിടെയുള്ള വേങ്ങര നിവാസികൾ പറഞ്ഞു, കോയപ്പാപ്പ ഞങ്ങൾക്ക് മഴയില്ല, അതുകൊണ്ട് നിങ്ങൾ മഴ വർഷിപ്പിച്ചു തരണം. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? ഉടുതുടി അങ്ങ് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു കൊടുത്തു എന്ന് സുന്നത്ത് മാസികയിൽ പച്ചയായി അവർ എഴുതിവിട്ടിട്ടുണ്ട്. ഈ ഔലിയാക്കളെ മുജാഹിദുകൾക്ക് പരിചയമില്ല. മുജാഹിദുകൾക്ക് പരിചയമുള്ള ഔലിയ ഏതാണെന്ന് ചോദിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മഴയില്ലാത്ത കാരണത്താൽ മൃഗങ്ങളൊക്കെ ചത്തുനശിച്ചു, മാത്രമല്ല ഭൂമികളൊക്കെ വിണ്ടുവരണ്ടു. അതുകൊണ്ട് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി താങ്കളൊന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോൾ മിമ്പറിൽ നിന്ന് വേങ്ങര കോയപ്പാപ്പ തുണിയാണ് പൊക്കിയത് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് മിമ്പറിന്റെ മുകളിൽ നിന്ന് 2 കൈയും ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദിവസങ്ങളോളം ആ മഴ അവിടെ പെയ്യുകയും ചെയ്തിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. ആ ഔലിയാക്കളുടെ പാരമ്പര്യം മുജാഹിദുകൾക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സലീം ഇർഫാനി സ്നേഹിതൻ, അദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച വിഷയം എന്താണ്? സമസ്തയുടെ ആൾക്കാർ ആരും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, സഹായം തേടുകയാണ് ചെയ്യുന്നത്, ആരും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ സഹോദരൻ ഒരുപക്ഷേ തെറ്റുപറ്റി. അദ്ദേഹത്തിന്റെ സമസ്തയുടെ പുസ്തകമെങ്കിലും വായിച്ചുകൊണ്ടായിരിക്കണം എന്റെ പ്രിയ സുഹൃത്ത് ഇവിടെ വന്നുകൊണ്ട് മുഖാമുഖങ്ങളും സംവാദങ്ങളും നടത്തേണ്ടത്. നിങ്ങൾക്കറിയുമോ കാന്തപുരം വിഭാഗത്തിന്റെ വലിയ ഒരു നേതാവുണ്ട്. ഇപ്പോൾ അവര് ഗ്രൂപ്പിന്റെ പേരിലാണ്, പൊന്മള ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പുമായി. അപ്പോൾ അവര് തമ്മിലടിക്കുന്ന തിരക്കിലാണ്. ആ സമയത്ത് അന്ന് പൊന്മളയുടെ പുസ്തകത്തിൽ ഫതാവ മുഹിയസുല്ല എന്ന പുസ്തകത്തിൽ മുഹ്യദ്ദീൻ ശൈഖേ രക്ഷിക്കളെ, ബദരീങ്ങളെ കാക്കളെ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? എന്താണ് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? എന്താണ് സമസ്ത പറയേണ്ടത്? അന്ന് പറഞ്ഞതുപോലെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അനുവദനീയമല്ല എന്നല്ലേ പറയേണ്ടത്? എന്നാൽ ഉത്തരം കേട്ടോളൂ. ഉത്തരം പറയുന്നത് അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അത് മുജാഹിദുകളെ, അത് നമ്മളിൽ നിന്ന് പുറത്താക്കിയ കാന്തപുര വിഭാഗമല്ലേ? ഞങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ പിടിച്ചോ, നിങ്ങളുടെ നേതാവല്ലേ നാട്ടിക മൂസ മുസ്ലിയാർ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നാട്ടിക മുസ്ലിയാർ നിങ്ങളുടെ നേതാവാണല്ലോ. അദ്ദേഹം അന്ന് 1996 ഒക്ടോബർ 27 ചന്ദ്രികാ ദിനപത്രത്തിൽ എവിടെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളുടെ അടുത്ത പ്രദേശമായ തളിപ്പറമ്പിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് അതിൽ പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആകാമെന്നായിരുന്നു ഉത്തരം.
എസ്കേക്കാർ കേൾക്കണം, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്നായിരുന്നു. അപ്പോൾ പറഞ്ഞത് എന്താണ്? ആകാമെന്നായിരുന്നു. ഇനിയും നിങ്ങൾക്ക് കേൾക്കണം, വഴിപിരില്ലവർക്ക് എന്തു പറ്റിയല്ലേ? ആശിം നഈം എഴുതിയ പുസ്തകമുണ്ട്. അതിലെന്താണ് പറയുന്നത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള വാദമില്ല എന്ന്? വാദമില്ല. ഇത് നിങ്ങൾ പച്ച മലയാളത്തിൽ സാധാരണക്കാർക്ക് ഇടയിൽ എഴുതിവിട്ട വാറോലകളല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, നിഷ്പക്ഷമായി നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം. എന്താണ് പ്രാർത്ഥനയെന്നും എന്താണ് സഹായതേട്ടമെന്നും വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണമെന്നാണ് വിനയത്തോടുകൂടി എനിക്ക് ഇവിടെയുള്ള സമസ്തയുടെ ആളുകളോട് പറയുവാനുള്ളത്. തീർന്നില്ല സഹോദരന്മാരെ. പിന്നെ എന്താണ് അവര് പറഞ്ഞ ന്യായങ്ങള്? മുജാഹിദുകളെ, ഞങ്ങൾ ഇതുപോലെ നടത്തിയ സംവാദം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മുഖാമുഖം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. സഹോദരന്മാരെ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മുഖാമുഖം സംഘടിപ്പിച്ച് ഞങ്ങൾ പോസ്റ്റർ വ്യാപകമായി പതിച്ചപ്പോൾ ഇവിടെയുള്ള കാന്തപുരം വിഭാഗത്തിലോ ഇവിടെയുള്ള EK വിഭാഗത്തിലുമൊക്കെ ആകെ ബേജാറാവാൻ തുടങ്ങി. ഓ, മുജാഹിദുകൾ മുഖാമുഖം നടന്നോ, എങ്കിൽ ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന്. അങ്ങനെയാണ് SKSSFന്റെ ആളുകൾ ഞങ്ങൾക്ക് കത്ത് നൽകുന്നത്. ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് SKSSFന്റെ ആളുകള് ഞങ്ങൾക്ക് കത്ത് നൽകി. അതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട SKSSFന്റെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരു കത്ത് ഒരു സംഘടനയ്ക്ക്, മുസ്ലിം സംഘടനയാണല്ലോ നിങ്ങളുടേത്, ആ മുസ്ലിം സംഘടനയ്ക്ക് നിങ്ങൾ കത്ത് നൽകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിം സംഘടനയാണല്ലോ, ഇസ്ലാമികമായ മര്യാദയെങ്കിലും പാലിക്കണ്ടേ? ഇസ്ലാമികമായ മര്യാദയെങ്കിലും പാലിക്കണ്ടേ? എന്താണ് ഇസ്ലാമിന്റെ മര്യാദ? ഒന്ന്, ബിസ്മി വെക്കണം. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ബിസ്മി കൊണ്ടായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. ഞങ്ങൾ അവർക്ക് കൊടുത്ത ലെറ്ററാണിത്. ഞങ്ങൾ അവർക്ക് കൊടുത്ത വളരെ മാന്യതയുള്ള ലെറ്ററാണിത്. അതിൽ ഞങ്ങൾ ബിസ്മി വെച്ചു. എന്നിട്ട് അതിനുശേഷം സലാം പറഞ്ഞു. അവസാനം ലെറ്റർ അവസാനിപ്പിച്ചത് വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും കൂടി ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ലെറ്റർ അവസാനിപ്പിച്ചത്. ഇപ്പോഴെന്താ പറയുന്നത്? ഇവർക്ക് സലാത്തില്ല, മുജാഹിദുകൾക്ക് നബിയോട് സലാത്തില്ല. ഇപ്പോൾ ആരാണ് അത് തള്ളിയത്? ഒന്ന്, ബിസ്മി ചൊല്ലിയിട്ടില്ല. പിന്നെ സലാലോ, അത് പുത്തംവാദികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പണ്ട് തന്നെ സമസ്ത ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. എങ്കിൽ ആ ഫത്വ ആളെ കാണുമ്പോൾ മറച്ചു വെക്കാനുള്ളതല്ലോ. നിങ്ങളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും നിങ്ങളൊന്നും കാണാതെ കണ്ട് ഞങ്ങളെ കാണുമ്പോൾ കൈപിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഈ മഹല്ലിൽ തന്നെ നമുക്ക് അനുഭവമാണ്. അത് ആളെ കാണാതിരിക്കുമ്പോൾ സുന്നത്തും ആളെ കണ്ടുകൊണ്ടായിരിക്കുമ്പോൾ അത് ഹറാമുമാകുന്നത് എങ്ങനെയാണ് സഹോദരന്മാരെ? അതുകൊണ്ട് എന്റെ SKSSFന്റെയും SSFന്റെയും പ്രവർത്തകന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങളാദ്യം ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കണം. ഒരു കത്തെഴുതുന്ന രൂപമെങ്കിലും നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു പഠിക്കണം. എന്താണ്? ബിസ്മി കൊണ്ടാരംഭിക്കണം. ഒരു മുസ്ലിമിന് കത്തെഴുതുമ്പോൾ സലാം പറയണം. സുലൈമാൻ നബിയോട് പോലും എന്താ പറഞ്ഞത്? ബിസ്മി കൊണ്ട് തുടങ്ങി എന്നല്ലേ? വിശുദ്ധ ഖുർആനിൽ 114 അധ്യായമുണ്ടെങ്കിൽ ഒരു അധ്യായത്തിന് ബിസ്മിയില്ല. അപ്പോൾ 113 അല്ല 114. എന്തുകൊണ്ടാണ്? സൂറത്തുൻ നംലിൽ സുലൈമാൻ നബിയെ പരാമർശിക്കുന്നിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. എന്തുകൊണ്ട്? അത് കത്തെഴുതുന്ന രൂപമാണ്. ആ ഒരു മര്യാദ എന്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള സമസ്തക്കാർ പാലിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അറിവുകേട് നിമിത്തമാണ് ചെയ്തത് എങ്കിൽ നിങ്ങളത് തിരുത്തുക. അങ്ങനെ ഞങ്ങൾക്ക് കത്ത് നൽകി. ഞങ്ങൾ മാന്യമായി കത്ത് കൊടുത്തു. മറുപടി കത്തെന്താണ് ഞങ്ങൾ കൊടുത്തത്? ഞങ്ങൾ ഇവിടെ പോസ്റ്ററിൽ വിഷയങ്ങൾ വെച്ചിട്ടുണ്ട്. 4ഓളം വിഷയങ്ങൾ പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന, സഹായതേട്ടം അല്ലാഹുവിനോട് മാത്രം, സ്ത്രീ ജമാഅത്ത്, ഖുതുബയുടെ ഭാഷ, അതേപോലെ തന്നെ മുഹ്യദ്ദീമാല. ഈ 4 വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ വിഷയാവതരണത്തിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വിഷയാവതരിപ്പിക്കണ്ടേ? അപ്പോൾ തിരിച്ചൊരു മറുപടി കത്ത്. അത് ഞങ്ങള് അങ്ങ് വേസ്റ്റ് കൊട്ടിയിലാണ് ഇട്ടത്. കാരണം എന്താണല്ലോ, അതിലൊരു മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവര് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് മാത്രം 3 മണിക്കൂർ തരണം.
ഞങ്ങൾക്ക് മാത്രം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ബേജാറ് തുടങ്ങിയിട്ടുണ്ട്. മുജാഹിദുകൾ ഇവിടെ ഒരു പരസ്യമായി മുഖാമുഖം വെച്ചപ്പോൾ അവർക്ക് ബേജാറ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വെപ്രാളത്തിന്റെ കത്തായിരുന്നു അവര് നൽകിയിരുന്നത്. അപ്പോൾ ചോദിക്കോ, SSFകാർ ഒരു കത്ത് നൽകിയിട്ടുണ്ടല്ലോ, അതിനെന്താ നിങ്ങൾ മറുപടി കൊടുക്കാത്തത്? ഇവിടെയുള്ള സെക്രട്ടറി സൂചിപ്പിച്ചുവല്ലോ, എപ്പോ ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു മുഖാമുഖം ഇവിടെ വെച്ചിന് പോലും ആ വെച്ച മുഖാമുഖത്തിന്റെ കത്ത് നൽകിയിട്ട് അന്ന് നിങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സംവാദത്തിലേ ഉള്ളൂ. ഇതാരാ പറയുന്നത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഇവിടെയുള്ള കാന്തപുരം വിഭാഗവുമായി മുജാഹിദുകൾ നടത്തിയ സംവാദം എത്രത്തോളമെന്നാൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുതൽ കൊട്ടപ്പുറം മുതൽ ഈ അടുത്ത കാലത്ത് മുടിയുടെയും പൊടിയുടെയും ചട്ടിയുടെയും പേരിൽ പുറത്താക്കപ്പെട്ട നൊയ്ഷാദ് അഹ്സനി വരെയുള്ള പണ്ഡിതന്മാരുമായി കേരളത്തിലെ പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ സംവാദം നടത്തുകയും ആ സംവാദത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുകയും ചെയ്ത ഈ മുജാഹിദ് പ്രസ്ഥാനത്തോടാണ് SSFകാർ പറയുന്നത്, വ്യവസ്ഥാപിതമായ സംവാദത്തിന് നിങ്ങൾ തയ്യാറാവണമെന്ന്. ശരി തന്നെയാണ്. ഈ ഒരു പ്രദേശത്ത് സംവാദം ആവശ്യമായി വരികയാണെങ്കിൽ 1-2 ഗണ്ണനങ്ങളൊക്കെ നടന്നേ, ആളുകളൊന്ന് വിഷയങ്ങൾ പഠിക്കട്ടെ, മുജാഹിദുകൾ അതിലും തയ്യാറാണ്. പക്ഷേ അത് ഇവിടെയുള്ള ഔദ്യോഗിക സമസ്തയുമായി ഒരു കത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഔദ്യോഗിക സമസ്തയുമായി നമ്മൾ കുറച്ചൊന്ന് ഗണ്ണനങ്ങൾ നടക്കട്ടെ. നിങ്ങൾ എന്താണ് ഒരു ക്ലാസ് മുറിയിലുള്ളിൽ മറുപടി കൊടുക്കുന്നത്? പുറത്തേക്ക് വരൂ, എന്നിട്ട് മറുപടി കൊടുക്കൂ, എന്നിട്ട് ജനങ്ങൾ വിഷയങ്ങൾ പഠിക്കട്ടെ. ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2-3 ഗണ്ണനങ്ങൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ സംവാദങ്ങൾ വരും. നിങ്ങൾക്കെന്താ ഒരു ബേജാറ്? മുജാഹിദുകൾക്ക് സംവാദം വരട്ടി പേടിപ്പിക്കണ്ട. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റഹ്മാനി ഉണ്ടല്ലോ, എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്, ഇവരൊക്കെ പറയൂ, നിങ്ങളോട് സംസാരിക്കോ, ഈ SKSSFന്റെ ആളുകൾ മുജാഹിദുകളുമായി സംവാദത്തിൽ എപ്പോഴാണ് വന്നത്? ഈ അടുത്ത കാലത്തല്ലേ? ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിലാണ് ഇവര് ആകെ ഒരു ജിലാനി തരീക്കത്തിന്റെ പേരിൽ ഒരു സംവാദത്തിന് മുജാഹിദുകളുമായി വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് SKSFകാർ സംവാദത്തിലുണ്ടോ? ഇല്ല, സമസ്തയുടെ ഉള്ളിലാണ്. വരട്ടെ, മുഖാമുഖത്തിൽ ഞങ്ങൾ തയ്യാറാണ്, സംവാദത്തിലും തയ്യാറാണ്. പക്ഷേ അതിന്റെ ആവശ്യപ്രകാരം ഞങ്ങളുടെ പണ്ഡിത സഭയുണ്ട്. ആ പണ്ഡിത സഭയുടെ തീരുമാനമനുസരിച്ചുകൊണ്ട്, കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടൽ അനുസരിച്ചുകൊണ്ട് ആവശ്യമായി വരികയാണെങ്കിൽ ഈ പ്രദേശത്ത് സംവാദം നടക്കുക തന്നെ ചെയ്യും. അത് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള നിഷ്പക്ഷമതികളായ സഹോദരീ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഒരു മുഖാമുഖം ആരെയെങ്കിലും തോൽപ്പിക്കുവാനും വേണ്ടി വെച്ചതല്ല, ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനും വേണ്ടി വെച്ചതല്ല, വാശിക്ക് വേണ്ടി വെച്ചതല്ല. മറിച്ച് ഈ ഒരു മുഖാമുഖം വെച്ചത് സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. ആർക്കും ഇവിടെ വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അറിയുമെങ്കിൽ ഞങ്ങളുടെ പണ്ഡിതന്മാർ അതിൽ കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി തരും എന്ന കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എല്ലാവരും ഈ പരിപാടി വളരെ കൃത്യമായി കേൾക്കുകയും വിഷയാവതരണത്തിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ വളരെ കൃത്യമായി ഈ മൈക്ക് പോയിന്റിൽ വന്നുകൊണ്ട് ചോദിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒത്തുചേരലിലെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുമറിയാതെയോ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.